നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇഷ ടെമ്പിളിലാണ് വന്നിരിക്കുന്നത്. കോയമ്പത്തൂരിനടുത്തുള്ള ഇഷ ഫൗണ്ടേഷൻ ആണ് ശരിക്കും. ഒരു യോഗ സെന്റർ കൂടിയാണ്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒരു ലേസർ ഷോ ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട. ആദിയോഗി ദിവ്യദർശനം എന്നാണ് അറിയപ്പെടുന്നത് ലേസർ ഷോയ്ക്ക്. ലൈറ്റ് ആൻഡ് സൗണ്ട് ലേസർ ഷോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഫുൾ പാർക്കിംഗ് കേട്ടോ. വണ്ടി ഇത് മൊത്തം പാർക്കിംഗ് ഏരിയ ഉണ്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ട് നടക്കുകയാണ്. ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ഇപ്പോൾ ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ടത്തിന്റെ അരികിലായി വെള്ളിയാങ്കരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഏറ്റവും വലിയ 112.4 അടി ഉയരമുള്ള ഈ പ്രതിമ 24.99 മീറ്റർ വീതിയിൽ പിന്നെ 147 അടി നീളത്തിലും ആണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഊർധ്വകായ പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2017 ഫെബ്രുവരി 24 മഹാശിവരാത്രി ദിനത്തിൽ ഭാരതീയ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ആദിയോഗി ശിവപ്രതിമ അനാവരണം ചെയ്തത്. അപ്പോൾ ഇത് പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉയരം 34 മീറ്റർ, അത് 112 അടിയാണ് സ്കീമിന്. ഡേറ്റ് പൂർത്തീകരിച്ച് 24 ഫെബ്രുവരി 2017 കേട്ടോ. ശരിക്കും ഇവിടെ അടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ പാസ് ഉണ്ട്, ഒരാൾക്ക് 100 അങ്ങനെയാണ് പാസ്. അപ്പോൾ അവിടെ ഇഷ്ടമുള്ളവർക്ക് കയറി മതി. ജാതി ഭേദം തന്നെ എല്ലാവരും ഒത്തിരി പേര് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അമ്പലത്തിൽ കയറുന്നവർക്ക് അവിടെ മറ്റൊരു മെഡിറ്റേഷൻ സെൻ്ററൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രതിമയുടെ 112 അടി ഉയരം എന്നത് യോഗികളുടെ സംസ്കാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മോക്ഷ വിമോചനം നേടാനുള്ള 112 മാർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ശിവന്റെ കഴുത്തിലെ സർപ്പം പ്രകൃതി സൗകര്യത്തിന്റെയും ജീവജാലങ്ങളോടുള്ള സഹവർത്തിത്വത്തിന്റെയും തെളിവാണെന്നാണ് വിശ്വാസം. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാട്ടോ ഈ ആദിയോഗി സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ലേസർ ഷോ എല്ലാവരും കാണണം. ഒരു തവണയെങ്കിലും കണ്ടിരിക്കണം. നേരിട്ട് വന്ന് അനുഭവിച്ചാലും അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഭയങ്കര ഗുഡ് ഫീലാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ്. സ്ഥാനത്തുനിന്ന കുടുംബത്തിൻ്റെ വകയായിട്ട് വന്ന ടൂറായിരുന്നു, ട്രിപ്പായിരുന്നു. 40-45 പേരുണ്ടായിരുന്നു ഞങ്ങൾ മൊത്തം. കുഞ്ഞുവാണെങ്കിൽ ഓടിക്കളിച്ചെടുക്കും കേട്ടോ. നല്ല തിരക്കാണ്. അതെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നല്ല തിരക്കായിരിക്കും. പിള്ളേരൊക്കെ ശ്രദ്ധിക്കുക. നാളെ ഇപ്പോൾ ഇവിടെ വന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പം 7 മണിക്കുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ലേസർ ഷോ ഇല്ലേ, അത് കണ്ടിട്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത്. സൂരജ് ബ്രോ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടല്ലോ, തളർത്തുകൊണ്ടിരിക്കുക. ചൂടെ അടുത്തേക്ക് പോകട്ടോ. അടുത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കാഴ്ച കാണാം. രൂപയാണോ? സദ്ഗുരു. നമ്മൾ ഫുഡ് മേടിച്ചു കേട്ടോ. അപ്പോൾ തീറ്റ കൊടുക്കാൻ പോവാണ്. കുഞ്ഞുണ്ട്, കുഞ്ഞും സ്നേഹം കൂടി കൊടുക്കണേ. കുഞ്ഞാ എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. കുഞ്ഞുവിൻ്റെ കൊടുക്ക്. No! Hey! കുഞ്ഞു കൊടുക്കാൻ പോട്ടെ. കുഞ്ഞു എടാ പൂ കൊടുക്കല്ലേ. ഇല കൊടുത്ത നമ്മൾ മേടിച്ചല്ലേ. ഇപ്പം അവിടെ ഇത്രയും പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. ആറ് മണി 6:30 അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറ്റി നിർത്തി. എല്ലാവരും കയറി വിടണം. അപ്പോൾ നമ്മളിവിടെ കയറിക്കോട്ടോ. ഇനിയിപ്പോൾ ഒരു 7 മണിക്കൊന്നല്ലേ ഷോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 6:30 ആയുള്ളൂ.
Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. Only 7 seekers remained, as they could not tear themselves away from him.
transmitted the profound science of yoga in its full depth and dimension, offering his disciples access to the deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, I want to have what you have. Show me the way. Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Seeing the splendor of this magnificent union, Ghanas, his constant companions, asked, what about us? Adiyogi said, just drink of me, which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga across the planet, which turned into crucibles of civilization.
spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha. Mahadevaya Namaha. Yoga Yoga Yogeshwaraya. Bhuta Bhuta Bhuteshwaraya. Kala Kala Kaleshwaraya. We are glad to announce that cultural offerings and Adiyogi Divya will happen. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെയും ബൈ.